വന്ദേ ഭാരത് എക്സ്പ്രസിൽ ജീവൻ രക്ഷാദൌത്യം. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 13 വയസ്സുകാരിയെ വന്ദേ ഭാരതിൽ എറണാകുളത്തെത്തിക്കും. കൊല്ലം അഞ്ചൽ ഏരൂർ സ്വദേശിയായ പെൺകുട്ടിക്കാണ് ശസ്ത്രക്രിയ. 7 മണിയോടെ പെൺകുട്ടിയെ ലിസി ആശുപത്രിയിലെത്തിക്കും. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഈ 13 വയസ്സുകാരിക്കാണ് ഈ ഒരു ശസ്ത്രക്രിയ അത്യാവശ്യമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് കുട്ടിയുടെ ശസ്ത്രക്രിയ? കൊല്ലത്ത് നിന്ന് പുറപ്പെട്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അമൃത, ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ കാണുന്ന ഈ വന്ദേ ഭാരത് ട്രെയിനിലാണ് കുട്ടിയും കുടുംബവും ഇപ്പോൾ കയറിയിരിക്കുന്നത്. 2063 എന്ന് പറയുന്ന വന്ദേ ഭാരത് ട്രെയിനിനുള്ളിലേക്കാണ് അവർ കയറിയിരിക്കുന്നത്. ഏകദേശം 6:30 കഴിയുന്ന സമയത്ത് ഈ വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്തേക്ക് എത്തും. അവിടെ നിന്നും വളരെ വേഗത്തിൽ തന്നെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ അതിനുശേഷം ആദ്യഘട്ടത്തിൽ പരിശോധനകളായിരിക്കും നടത്തുക. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് കുടുംബത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 3 വർഷമായുള്ള ഒരു കാത്തിരിപ്പിനാണ് ഒരുപക്ഷെ വിരാമമാകാൻ പോകുന്നത്. കാരണം ശാരീരികമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുട്ടി ചികിത്സയിലായിരുന്നു. ശ്രീചിത്ര ആശുപത്രിയിലൊക്കെ ചികിത്സയിലുമായിരുന്നു. ആ സമയത്താണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയും തുടർന്ന് ഹൃദയം മാറ്റിവെക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് മറ്റുമൊക്കെയായി പോയത്. പലതവണ ആശുപത്രിയൊക്കെ ബന്ധപ്പെട്ടെങ്കിലും അവർ കൃത്യമായ ഒരു ഡോണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് കുട്ടിക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു അവയവം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇത്രയും നീണ്ടുപോയത്. അതിനിടയിൽ തന്നെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് കൂടി ഈ കുട്ടിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയതോടുകൂടെയാണ് വലിയ പ്രതിസന്ധിയിലായത്. ഏകദേശം 2-3 വർഷത്തോളമായി സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ വീട്ടുകാർ അത്രത്തോളം കെയറോടുകൂടെ ആയിരുന്നു ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടെ കുടുംബത്തിന് പെട്ടെന്നൊരു ഫോൺ കോൾ ലിസി ആശുപത്രിയിൽ നിന്ന് വരുന്നു. വൈകുന്നേരം 7 മണിക്കുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരണം എന്നൊരു അറിയിപ്പാണ് കുടുംബത്തിന് ലഭിച്ചത്. അതിന് പിന്നാലെ എന്താണ്, എയർ ആംബുലൻസ് ഉണ്ടോ, ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു പരിശോധന നടത്തിയെങ്കിലും അതിന് കഴിയാതെ വന്നതോടുകൂടെയാണ് സ്ഥലം MD ബന്ധപ്പെടുകയും വളരെ വേഗത്തിൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനിൽ 3 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അവർക്ക് ടിക്കറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലേക്ക് വരികയും റെയിൽവേ സ്റ്റേഷനിൽ വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസും റെയിൽവേ പോലീസും ഉൾപ്പെടെയുള്ളവരും റെയിൽവേ അധികൃതരും ഉൾപ്പെടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. 6:30 കൂടെ തന്നെ എറണാകുളത്ത് എത്തിച്ചേരുകയും തുടർന്ന് ആ കുടുംബം വലിയ ശുഭപ്രതീക്ഷയിലാണ്. അവരുടെ ഒരു 3 വർഷത്തിന്റെ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സർജറിക്കും മറ്റുമുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു പണമെന്ന് പറയുന്നത് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്ന് പലതരത്തിൽ പൈസ സമ്പാദിച്ച് ആ കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ സർജറി വിജയകരമായി പൂർത്തിയായിക്കൊണ്ട് കുട്ടിക്ക് പഴയപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. ആ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു തീവണ്ടിയിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് എത്തിച്ചേരുക, ആശുപത്രിയിലേക്ക് പോവുക, പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുക, തുടർന്ന് പഴയതുപോലെ തന്നെ ആ ജീവിതത്തിലേക്ക് തിരികെ വരിക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പറയുന്നത് പോലെ തന്നെ കൊട്ടാരക്കര സ്വദേശിയുടെ അവയവങ്ങളാണ്, അത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ലിസി ആശുപത്രിയിൽ നടന്നതെങ്കിൽ ഇന്നിപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ് ഈ ഹൃദയം സ്വീകരിക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൃത, ശരി. വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ഇങ്ങനെയൊരു ജീവൻ രക്ഷാദൌത്യം നടക്കുന്നത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 13 വയസ്സുകാരിയെ വന്ദേ ഭാരതിൽ എറണാകുളത്തെത്തിക്കും. വിവരങ്ങളാണ് ലിജോ റോളൻസ് പങ്കുവച്ചത്.